തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറിയുടെ ആത്മഹത്യയിൽ CPM നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ വെള്ളനാട് ശശി പ്രതിക്കൂട്ടിൽ. ശശി പ്രസിഡന്റായിരുന്ന കാലത്താണ് ക്രമക്കേട് നടന്നത്. എല്ലാം സെക്രട്ടറിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള വിമർശനം. സ്ത്രീകളെ കയ്യേറ്റം ചെയ്ത കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് വെള്ളനാട് ശശി. വിവരങ്ങൾ ദിസ്ന സുരേഷാണ് നൽകുന്നത്. ദിസ്ന, ഈ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല. ഇപ്പോൾ ഈ CPM നേതാവായിട്ടുള്ള ശശിയാണ് ഈ സെക്രട്ടറിയുടെ ആത്മഹത്യയ്ക്ക് പോലും വഴിവെച്ചത് എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് ദിസ്ന? തീർച്ചയായും ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഈ വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ജീവനക്കാരനായിരുന്ന അമ്പിളി എന്ന അനിൽകുമാർ, അതായത് ഒരു വർഷം മുൻപ് ഇത്തരത്തിൽ ശശി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവുകയായിരുന്നു. സസ്പെൻഷനിലായിരുന്നു ഈ അനിൽകുമാർ എന്ന അമ്പിളി എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു മനോവിഷമത്തിലാണ് കഴിഞ്ഞ ദിവസം വീടിനോട് ചേർന്ന ഒരു പ്ലാവിന്മേൽ ഈ അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്ന് തന്നെയാണ്. പിന്നീട് ഈ വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് CPMലേക്ക് ചേരുകയാണ്. CPM അതിന് ഒത്താശ ചെയ്യുന്നു എന്ന ഒരു ആരോപണമായാണ് ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നത്. അതായത് 1 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് ബാങ്കിൽ നടന്നു എന്നത് തന്നെയാണ്. കുടുംബവും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകുന്നു. പക്ഷേ അതിന് കൂട്ടുനിന്നത് ഈ വെള്ളനാട് ശശിയാണ്. പിന്നീട് നിരവധി തവണ ബാങ്കിൽ ജോലിക്ക് തിരികെ കയറണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ജോലിക്ക് കയറ്റണമെങ്കിൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലെത്തുകയും നിരവധി തവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് ഭാര്യ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ നിരന്തരമായ ഭീഷണിയും മാനസിക സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ മുൻ കോൺഗ്രസ് നേതൃത്വം ഒക്കെ തന്നെയും ഈ വെള്ളനാട് ശശിക്കെതിരെ അതിരൂക്ഷമായ ആരോപണവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, സ്ത്രീകളെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്ത കേസിൽ പ്രതിയാണ് ഈ വെള്ളനാട് ശശി. പിന്നീട് നടന്ന അറസ്റ്റും ഒക്കെ തന്നെയും നമ്മൾ വാർത്തകളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സംഭവമാണ്. അതോടൊപ്പം തന്നെ ഈ മുണ്ടേല ബാങ്കിലെ സെക്രട്ടറിയുടെ, അതായത് ജീവനക്കാരൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഈ വെള്ളനാട് ശശിക്കെതിരെ നിലവിൽ ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗൗതം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഈ വെള്ളനാട് ശശിയെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുടുംബം ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. കൃത്യമായ കേസ് അന്വേഷണം മുന്നോട്ട് പോയില്ലെങ്കിൽ അവർ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്നൊരു കാര്യമാണ് കുടുംബം ആ അവസരത്തിൽ പറഞ്ഞിരുന്നത്. വരും ദിവസങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ ഉൾപ്പെടെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ CPMന്റെ ഒരു നേതാവിനെ വലിയ രീതിയിൽ സംരക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ആരോപണം ഉണ്ടാവുന്നു, എന്നിട്ടും യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഈ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു കാര്യം. അതായത് കുടുംബം ആരോപിക്കുന്നതും അത് തന്നെയാണ്. നിരവധി തവണ ഇത്തരത്തിലൊരു അലിഗേഷൻ ഉണ്ടാവുന്നു, അതായത് നിരവധി കേസുകളിൽ പ്രതിയാകുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ, അതോടൊപ്പം ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെയും കുടുംബം തന്നെ, ഇവരുടെ മരിച്ച ബന്ധുക്കളുടെ കുടുംബം തന്നെ രംഗത്ത് വന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ CPMന്റെ മുഖമുദ്രയായി ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമവും ഒക്കെ മാറിയിരിക്കുകയാണ്. കാരണം ഈ പാർട്ടി പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലുമൊക്കെ എങ്ങനെ ക്ഷയിച്ചുപോയി എന്നതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാർട്ടി ഭരണം തുടർച്ചയായ ഒരു സംസ്ഥാനത്ത് എത്തിയ ഘട്ടത്തിൽ അവിടെ ക്രിമിനലുകളായി സഖാക്കന്മാർ മാറിയതാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPM ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാർട്ടി ക്ഷയിച്ചു പോയത്. എന്തായാലും